ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. സോ നേരെ തന്നെ ക്ലാസ്സിലേക്ക്. ഈ ക്ലാസ്സിൽ നമ്മൾ ലിവിങ് ടിഷ്യൂവിൽ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അതായത് ഒരു ജീവകോശത്തിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നോർമലി ഒരു ലിവിങ് ടിഷ്യൂവിൽ 70% ഓഫ് വാട്ടറാണ്. അതായത് ഒരു 100% ഓഫ് ലിവിങ് ടിഷ്യൂവിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് വാട്ടറാണ്? 70% ഓഫ് വാട്ടറാണ്. ആൻഡ് ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മാക്രോമോളിക്യൂൾസ്, പിന്നെയുള്ള കുറച്ച് അയോൺസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ മോളിക്യൂൾസ്, ഇതൊക്കെ കൂടി ചേർന്നതാണ് ഒരു ജീവകോശം, ഒരു ലിവിങ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ മാക്രോമോളിക്യൂൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത പ്രോട്ടീൻസ്. യെസ്, ബാക്കി പോരട്ടെ? പറഞ്ഞോ. ന്യൂക്ലിക് ആസിഡ്സ്, യെസ്. കാർബോഹൈഡ്രേറ്റ്സ്, യെസ്. ലിപ്പിഡ്സ്, യെസ്. ഈ 4 മാക്രോമോളിക്യൂൾസ് മേജറായിട്ടുള്ള ബയോമോളിക്യൂൾസ്. കലിപ്പന ഓർമ്മയില്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് മെറ്റബോളിസത്തിലൂടെയാണ്. എന്താണ് മെറ്റബോളിസം? All life signs are manifested by the actions of biomolecules and many other chemical factors inside the cell. Okay, all such chemical reactions together taking place in an organism are called metabolism. അതായത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് പറഞ്ഞു, ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ലിവിങ് സെല്ല് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ജീവിക്കണമെങ്കിൽ അതിലൊരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കണം. അല്ലെങ്കിൽ ലൈഫിൽ നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ആ സെല്ലിൽ ടേക്കിംഗ് പ്ലേസ് ചെയ്യണം. എന്നാൽ മാത്രമേ അതൊരു ലിവിങ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ലിവിങ് ടിഷ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പം അങ്ങനെ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് മെറ്റബോളിസം. അങ്ങനെ നടക്കുന്ന രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് മെറ്റബോളിസം. അതായത് മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനമാണ് മെറ്റബോളിസം. ഇത് 2 പ്രവർത്തനങ്ങൾ കൂടിച്ചേർന്നതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഒന്ന് അനാബോളിസം, അടുത്തത് കാറ്റബോളിസം. അനാബോളിസം വളരെ സിമ്പിളായിട്ട് ഓർമ്മിക്കാൻ പറ്റും. കാറ്റബോളിസം വളരെ സിമ്പിളായിട്ട് ഓർമ്മിക്കാൻ പറ്റും. ഓക്കെ, അനാബോളിസം. ഈ പിക്ചറിലേക്ക് നോക്കിക്കോ, ഒരു വലിയ ജയൻ്റ് എലിഫൻറ്റിനെ കാണാൻ പറ്റുന്നില്ലേ? എലിഫൻറ്റ് എന്തൊക്കെയുണ്ട്? 4 കാലുണ്ട്, തുമ്പിക്കൈയുണ്ട്, വലിയ 2 കൊമ്പുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ഇതെല്ലാം കൂടിച്ചേർന്നാണ് എലിഫൻറ്റ് അല്ലേ? 2 കൊമ്പ് മാത്രം കണ്ടാലോ, 4 കാല് മാത്രം കണ്ടാലോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതൊരു എലിഫൻ്റാണ്? ഇല്ല. ഇതെല്ലാം കൂടിച്ചേർന്നാൽ മാത്രമേ അതെന്താവുള്ളൂ? എലിഫൻ്റ് ആവുള്ളൂ, അതായത് ആനയാവുള്ളൂ. അനാബോളിസം, ആന. ഓക്കെ, ഓർമ്മിച്ചോ? തുമ്പിക്കൈ, വലിയ കൊമ്പ്, മുറം പോലെയുള്ള 2 ചെവി, വാല്, ഇതെല്ലാം കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഒരു ജയൻ്റ് എലിഫൻ്റ് അഥവാ ആന ഉണ്ടാകുന്നത്. ഓക്കെ, അനാബോളിസം ഓർമ്മിക്കണേ. അനാബോളിസം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് അനാബോളിസം. അതവിടെ വെച്ചോ. അടുത്തതാണ് മെറ്റബോളിസത്തിൻ്റെ വേറൊരു പാർട്ട്, ദാറ്റ് ഈസ് കാറ്റബോളിസം. എന്താണ് കാറ്റബോളിസം? കാറ്റബോളിസം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കട്ട ഓർമ്മിക്കുക. ഒരു കട്ട, എന്തെങ്കിലും ഒരു കട്ട, ഇഷ്ടികയുടെയോ അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെയോ എന്തെങ്കിലും ഒരു കട്ട. ഓക്കെ, ഈ കട്ടയെ നമ്മൾ അടിച്ച് പൊട്ടിക്കുകയാണ്. കുറേ ബ്രേക്ക് ചെയ്ത് കുറേ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്. ഇത് ഈ പിക്ചറിൽ കാണുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് കാറ്റബോളിസമായിട്ട് ഓർമ്മിക്കാൻ പോകുന്നത്. കാറ്റബോളിസം എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ചെയ്യലാണ്. അതായത് ഉണ്ടായിരിക്കുന്ന ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദാർത്ഥത്തെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൊട്ടിച്ച് മാറ്റുകയാണ്. അതാണ് കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറയുമ്പോൾ ഒരു കട്ട ഓർമ്മിക്കുക. ഒരു വുഡൻ ബോക്സോ അല്ലെങ്കിൽ ഒരു ഇഷ്ടികയോ എന്തോ ആയിക്കോട്ടെ, ആ കട്ടയെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് കാറ്റബോളിസം. എന്നാൽ അനാബോളിസം എന്ന് വെച്ചാൽ ആനയെ ഓർമ്മിക്കുക, കുറേ കാര്യങ്ങൾ കൂടി ചേർന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കോഡ് എടുക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. സോ അനാബോളിസമായി കാറ്റബോളിസമായി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മെറ്റബോളിസം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് അനാബോളിസം, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അഥവാ തന്മാത്രകൾ കൂടിച്ചേർന്ന പ്രവർത്തനമാണ് അനാബോളിസം. അതുപോലെ തന്നെ തന്മാത്രകൾ വിഘടിക്കുന്ന പ്രവർത്തനമാണ് കാറ്റബോളിസം. തന്മാത്രകൾ കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് അനാബോളിസം, തന്മാത്രകൾ വിഘടിക്കുന്ന പ്രവർത്തനമാണ് കാറ്റബോളിസം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അനാബോളിസത്തിന് എക്സാമ്പിളായിട്ട് എന്ത് പറയാം? ഞാൻ പറയുന്നു ഫോട്ടോസിന്തസിസ്. ശരിയല്ലേ? എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? ഓക്സിജൻ വേണം, വാട്ടർ വേണം, അതുപോലെ തന്നെ എനർജി വേണം, സൺലൈറ്റ് വേണം, ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടിച്ചേർന്നുണ്ടാകുന്ന ഫോട്ടോസിന്തസിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് നമുക്ക് പ്ലാന്റിൽ നിന്ന് ഫുഡ് ലഭിക്കുന്നത്. ഓക്കെ, സോ അനാബോളിസം എക്സാമ്പിൾ റെഡി. ഇനി കാറ്റബോളിസം വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാകും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മിച്ചോ? 20 തരം അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടായത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല? യെസ്, വെരി ഗുഡ്. സോ ഒരു പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് കിട്ടും. അഥവാ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള 20 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് കിട്ടും. ഓക്കെ, സോ ക്ലിയർ അല്ലേ? സോ അനാബോളിസത്തിന് എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്, കാറ്റബോളിസത്തിന് എക്സാമ്പിൾ
പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. എന്താ ഉണ്ണിക്കുട്ടാ, വേറൊരു എക്സാമ്പിൾ വേണോ? ഓക്കെ, പറഞ്ഞുതരാമല്ലോ. കാറ്റബോളിസത്തിൻ്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ലേ? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഓക്സിജൻ, വാട്ടർ, സൺലൈറ്റ് എല്ലാം ഉണ്ട് അല്ലേ? ഈ വാട്ടറിലെ ഈ ഫോട്ടോസിന്തസിന് യൂസ് ചെയ്യുന്ന വാട്ടറിനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യില്ല. ഈ വാട്ടറിനെ പിന്നെയും ഡിവൈഡ് ചെയ്യും. അതായത് H2O വീണ്ടും ഡിവൈഡ് ചെയ്യും. ഹൈഡ്രജനും ഓക്സിജനായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് നടന്നു? കാറ്റബോളിസം നടന്നു. ശരിയല്ലേ? അപ്പോൾ അനബോളിസത്തിൽ തന്നെ ഒരു കാറ്റബോളിസം കിട്ടി. ഉണ്ണിക്കൊണ്ട് ഡൗട്ട് ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി. സോ അനബോളിസം പഠിച്ചു, കാറ്റബോളിസം പഠിച്ചു. അത് രണ്ടും കൂടി ചേർന്ന മെറ്റബോളിസവും നമ്മൾ പഠിച്ചു. അതാണ് ഒരു സെല്ലിൻ്റെ ബേസിക് രാസപ്രവർത്തനം അഥവാ ജീവൽ പ്രവർത്തനത്തെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ. പേജ് നമ്പർ 10 ഒരു ചെറിയൊരു കാര്യം ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. വളരെ സിമ്പിളാണ്, ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. എൻസൈംസ് ആൻഡ് ഹോർമോൺസ് നമ്മൾ ഓൾറെഡി കണ്ടു. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ പ്രോട്ടീൻസ്. യെസ്, അപ്പോൾ അത് ക്ലിയർ ആണ്. എന്താണ് എൻസൈംസിൻ്റെ ഫങ്ഷൻസ്? എൻസൈംസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷനെ അത് നോർമലി അത് നടക്കുന്ന സ്പീഡിനേക്കാൾ കുറച്ചുകൂടി എക്സ്ട്രാ സ്പീഡ് കൊടുക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? എൻസൈംസ് ചെയ്യുന്നത്. ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സലൈവറി അമിലേസ് ആൻഡ് അതുപോലെ തന്നെ പെപ്സിൻ ഇൻ ഗാസ്ട്രിക് ജ്യൂസ്. ഓക്കെ, സലൈവറി അമിലേസിൻ്റെ എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വായിൽ ചോറ് വെച്ചിട്ട് കുറേ സമയം ചവക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരു മധുരം ഫീൽ ചെയ്യും ഇല്ലേ? അതായത് നമ്മൾ ഡൈജഷൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ വെച്ച് മൗത്തിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. ഈ സലൈവറി അമിലേസ് നമ്മുടെ വായിലുള്ളത് കൊണ്ടാണ് നമുക്ക് ചോറ് ചവക്കുന്ന സമയത്ത്, കണ്ടിന്യൂസ് ആയി ചവക്കുന്ന സമയത്ത് വെറും ചോറ് മാത്രം മധുരത്തിൻ്റെ ഫീലിൽ വരുന്നത്. അതായത് അതിൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ? സോ അതിന് എക്സാമ്പിൾസ് പഠിച്ചു. സലൈവറി അമിലേസ് ആൻഡ് പെപ്സിൻ. പെപ്സിൻ എവിടെയാണ് കാണും? ഗാസ്ട്രിക് ജ്യൂസിൽ കാണും. ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? എൻസൈം എന്ന എക്സാമ്പിളാണ്. എൻസൈം എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹോർമോൺസ്. ഹോർമോൺസ് എന്താണ്? ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സസ്. അതായത് വേരിയസ് ബയോളജിക്കൽ പ്രോസസ്സസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇതുപോലുള്ള ഹോർമോൺസ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നോർമലി രാത്രി കിടന്നിറങ്ങുന്നു, രാവിലെ ഒരു വെളിച്ചാവുന്ന സമയത്ത് അല്ലെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് നോർമലി എഴുന്നേൽക്കുന്നു. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോൺ നമ്മുടെ ബോഡിയിലുണ്ട്. അതിൻ്റെ പേരാണ് കാൽസിറ്റോണിൻ. അതൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓരോ ഹോർമോൺസാണ്. അപ്പം ഹോർമോൺസും എന്താണ്? പ്രോട്ടീൻസ് ആണ്. ഇതുപോലുള്ള ഹോർമോൺസ് ആണ് നമ്മളെ ബോഡിയിലെ കുറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾസ് ആയി കൊടുത്തിട്ടുള്ളത് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, ഈസ്ട്രോജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് മെയിൽ ഹോർമോണാണ്, മെയിൽ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. അതുപോലെ തന്നെ ഫീമെയിൽ സെക്സ് ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ. ഓക്കെ, അപ്പോൾ അത്രയും എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്തര പരിസ്ഥിതി അതുപോലെ തന്നെ ബാഹ്യ പരിസ്ഥിതി. ഓക്കെ, ആന്തര പരിസ്ഥിതി അതുപോലെ തന്നെ ബാഹ്യ പരിസ്ഥിതി. അതായത് ഒരു സെല്ല്, ആ സെല്ലിൻ്റെ ഇൻസൈഡ് ദ സെൽ, അതിൻ്റെ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ സെല്ലിൻ്റെ ഔട്ട്സൈഡ് ബോഡി, അതായത് സെല്ലിന് പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതാണ് ബാഹ്യ പരിസ്ഥിതി. ഓക്കെ, സോ ആന്തര പരിസ്ഥിതി ബാഹ്യ പരിസ്ഥിതി എന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ബഹുകോശ ജീവിയാണ് അല്ലേ? മൾട്ടി സെല്ലർ ഓർഗാനിസം ആണ്. നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്ത് ചെയ്യുന്നുണ്ട്, അതായത് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഓക്സിജൻ അത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും അഥവാ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നും നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് എത്തുന്നു. ഓക്കെ, നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് എത്തുന്നു, സെല്ലിലേക്ക് എത്തിയിട്ടില്ല, സെല്ലിനകത്തേക്ക് എത്തിയിട്ടില്ല, സെല്ലിന് പുറത്തെത്തി നിൽക്കുന്നു. ഓക്കെ, അതായത് സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? ആന്തര പരിസ്ഥിതി അഥവാ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ്. ക്ലിയർ അല്ലേ? അതായത് ബാഹ്യ പരിസ്ഥിതി അഥവാ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നും ഓക്സിജൻ ഹ്യൂമൻ ബോഡിക്ക് അകത്തേക്ക് എത്തി, ഹ്യൂമൻ ബോഡിക്ക് അകത്തേക്ക് എത്തിയതിന് ശേഷം അത് ആന്തര പരിസ്ഥിതി അഥവാ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിൽ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് സെല്ലിനകത്തേക്ക് ഇൻസൈഡ് ദ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതാണ് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്. ആൻഡ് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് അത് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രീതി. സിമ്പിൾ അല്ലേ? ക്ലിയർ? അപ്പോൾ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് പഠിച്ചു, അതുപോലെ തന്നെ ഇൻസൈഡ് ദ സെല്ലും പഠിച്ചു. ഓക്കെ, സോ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുന്ന സമയത്ത് പേജ് നമ്പർ 11 അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സെർട്ടൻ ഫാക്ടേഴ്സ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ആർ ദേ ലിസ്റ്റ് ഔട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെല്ലിനകത്ത് തന്നെ രാസപ്രവർത്തനങ്ങൾ അഥവാ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് അത്? യെസ്, എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, അതുപോലെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്നാൽ സെല്ലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത, സെല്ലിനകത്ത് ഉണ്ടാകാത്ത, എന്നാൽ പുറത്തു നിന്നും സെല്ലിനകത്തേക്ക് എത്തേണ്ട കുറച്ച് ഫാക്ടേഴ്സ് കൂടിയുണ്ട്. അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞു സെല്ലാർ റെസ്പിറേഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ? സെല്ലാർ റെസ്പിറേഷൻ എന്ത് വേണം? ഹ്യൂമൻ്റെ കേസിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. ശരിയല്ലേ? അപ്പോൾ ഓക്സിജൻ
ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്, അവിടെ നോട്ട് ചെയ്തോളൂ. ഇനി നമുക്ക് നേരെ പ്ലാന്റിൻ്റെ കേസിൽ വരാം. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്ലാന്റിന് എന്തൊക്കെ ആവശ്യമാണ്? യെസ്, വെരി ഗുഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, അവിടെ നോട്ട് ചെയ്തോളൂ. CO2. വാട്ടർ ആവശ്യമാണ്, H2O നോട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആവശ്യമാണ്, അഥവാ സൺലൈറ്റ് ആവശ്യമാണ്, അതും അവിടെ നോട്ട് ചെയ്തോളൂ, ടെമ്പറേച്ചർ. സോ ഇത്രയും ഫാക്ടേഴ്സ് എഴുതിയില്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നും മെറ്റീരിയൽ ട്രാൻസ്ഫർ ആയിട്ട് സെല്ലിനകത്തേക്ക് ടു ഇൻസൈഡ് ദ സെൽ എത്തേണ്ട മെറ്റീരിയൽസ് അഥവാ പദാർത്ഥങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി പേജ് നമ്പർ 11 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1 അമീബ, 2 ആനിമൽസ്, 3 പ്ലാന്റ്സ്. ഇത് കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അമീബ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകകോശ ജീവിയാണ്, അഥവാ ഒരു യൂണിസെല്ലർ ഓർഗാനിസാണ്. ആനിമൽസ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലർ ഓർഗാനിസാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സും എന്താണ്? ഒരു മൾട്ടി സെല്ലർ ഓർഗാനിസാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ബാഹ്യ പരിസ്ഥിതി, അതായത് ആ സെല്ലിന് അല്ലെങ്കിൽ ആ ജീവിക്ക് പുറത്തുള്ള അന്തരീക്ഷം. ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇൻസൈഡ് ദ സെൽ, സെല്ലിനകത്തെ ഭാഗം. ശ്രദ്ധിച്ചോ, അമീബ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ് അല്ലേ, ഒരു യൂണിസെല്ലാണ്, ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നും ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിലേക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വാട്ടർ, ഓക്സിജൻ പോലെയുള്ള, യെസ്, ഈ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എങ്ങനെ എൻ്റർ ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് പുറത്തുനിന്നകത്തേക്ക് എൻ്റർ ചെയ്യും. വലിയ പണിയില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോകാൻ വിചാരിച്ചോ, നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പോയിക്കൂടെ? വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സാധാരണ സമയമാണെങ്കിൽ. എന്നാൽ നേരെ മറിച്ച് നമ്മളിനി ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കോ അല്ലെങ്കിൽ വേറെ പുറത്ത് ഏതെങ്കിലും വിദേശത്തേക്ക് പോകാൻ വിചാരിച്ചോ, നമുക്ക് ഇന്ന് വൈകുന്നേരം പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല, നമ്മളതിന് നേരത്തെ പ്രിപ്പയർ ചെയ്യണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് അമീബയുടെ കേസിലും ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും കേസിലും. പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും കേസിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ്, അതായത് സെല്ലിനകത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പ്ലാന്റ്സിൻ്റെ കേസിൽ എന്താണ്? ത്രൂ ദ സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്, ഇതിലൂടെ മാത്രമേ ഒരു വഴിയായിട്ട് സെല്ലിനകത്തേക്ക് എത്താൻ പറ്റൂ. അടുത്ത രണ്ടാമത്തെ വഴി എന്താ? ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽസ്. ഓക്കെ, അപ്പം ആ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ എന്ത് പറയും? പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയും. ഓക്കെ, ആ പ്ലാസ്മോഡെസ്മേറ്റ ത്രൂ ആണ് എവിടത്തേക്ക് എത്തുന്നത്? സെല്ലിനകത്തേക്ക് എത്തുന്നത്. വേറൊരു വഴി എന്താ? ഫ്രം വൺ സെൽ ടു അനദർ സെൽ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. സിമ്പിൾ ചെയ്യാം. ഇനി ആനിമൽസിൻ്റെ കേസിലോ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആന്തര പരിസ്ഥിതിയെ ആക്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി സെല്ലിനകത്തേക്ക് എത്തും മെറ്റീരിയൽസ്. സോ ക്ലിയർ ആണ്. ആനിമൽസിൻ്റെ കേസിൽ സബ്സ്റ്റൻസ്, നമ്മൾ സബ്സ്റ്റൻസ് നേരത്തെ പറഞ്ഞു, എന്തൊക്കെയാ? ഓക്സിജൻ, പിന്നെ വാട്ടർ, യെസ്, അതുപോലെയുള്ള സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്, അതായത് ബോഡിക്ക് പുറത്തു നിന്നും എങ്ങനെയാണ് സെല്ലിനകത്തേക്ക് എത്തുന്നത്? ത്രൂ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് സെല്ലിന് പുറത്ത് ചുറ്റും ഉണ്ടാവും. ഈ ഫ്ലൂയിഡാണ് സെല്ലിനകത്തേക്ക് ഇതുപോലെയുള്ള മെറ്റീരിയൽസിനെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു ഗാർഡായിട്ട് നിൽക്കുന്നത് ആരാണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. അമീബയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് പുറത്തുനിന്നകത്തേക്ക് ത്രൂ സെൽ മെംബ്രെയിൻ എൻ്റർ ചെയ്യാം. എന്നാൽ നേരെ മറിച്ച് ആനിമൽസിൻ്റെ കേസിൽ അങ്ങനെയല്ല. എന്താണ്? കുറച്ച് ടാസ്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഫ്രം ദെയർ ഇറ്റ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെംബ്രെയിൻ. അപ്പം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അവിടുന്ന് സെൽ മെംബ്രെയിൻ, എന്നിട്ടാണ് എവിടത്തേക്ക് എത്തുന്നത്? സെല്ലിനകത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എത്തുന്നതിന് മുമ്പ് എവിടെയാണ് ഈ സബ്സ്റ്റൻസ് ഉണ്ടാവുക? ബോഡിക്ക് പുറത്ത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഓക്സിജൻ ശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓക്സിജൻ ഇൻടേക്ക് ചെയ്തു, അത് എവിടെ എത്തി? ശ്വാസകോശത്തിലെത്തി. ശ്വാസകോശത്തിൽ നിന്നും അത് ബ്ലഡിലൂടെ എവിടെ എത്തും? ഈ പറഞ്ഞ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അഥവാ സെല്ലിന് പുറത്തെത്തും. അവിടെ വെച്ച് ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് സെല്ലിനകത്തേക്ക് ആരെ എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓക്സിജൻ എൻ്റർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോൾ ക്ലിയർ ആയില്ലേ? ഉണ്ണിക്കുട്ടൻ, നിന്നെ ഡൗട്ട് മാറിയില്ലേ? ഓക്കെ, ഡൺ. നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലാസ്മോഡെസ്മേറ്റ പഠിച്ചില്ലേ പ്ലാന്റ്സിൻ്റെ കേസിൽ? അതായത് ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷനായിട്ട് സെല്ലിലേക്ക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ത്രൂ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്ന പ്ലാസ്മോഡെസ്മേറ്റിനെ പറ്റി പഠിച്ചില്ലേ? ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞുതരാം, അത് ഓർത്ത് വെച്ചോ. ഓക്കെ, ഈ പ്ലാസ്മോഡെസ്മേറ്റയ്ക്ക് ഒരുപാട് റോളുണ്ട്. അത് പ്ലാൻ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും, റെസ്പോൺസിന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ എൻവയൺമെൻറ്റൽ സ്റ്റിമുലേക്ക് അനുസരിച്ചിട്ട് അതിനെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിനൊക്കെ പ്ലാസ്മോഡെസ്മേറ്റ ഒരു പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുമ്പം ദേ ആർ എസെൻഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ അവർ കമ്മ്യൂണിക്കേഷൻ ഇനേബിൾ ചെയ്യും. ഇതുപോലെയുള്ള സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്ഫറിൽ കമ്മ്യൂണിക്കേഷൻ ഇനേബിൾ ചെയ്യുന്നതിൽ ഈ പ്ലാസ്മോഡെസ്മേറ്റയ്ക്ക് ഒരു മേജർ റോൾ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഓവറോൾ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും, പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്ലാസ്മോഡെസ്മേറ്റയ്ക്ക് റോളുണ്ട്. ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും ഉണ്ണിക്കുട്ടിനൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഈസ് ദർ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് ലൈക്ക് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്? അതായത്
ആന്തര പരിസ്ഥിതി ബാഹ്യ പരിസ്ഥിതി പോലെ തന്നെ ഒന്ന് ശരീരത്തിനകത്തുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? ഓക്കെ, അതിനുള്ള ആൻസറാണ് അവിടെ താഴെയുള്ള ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ആനിമൽസിൻ്റെ കേസിൽ എന്താ? യെസ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് അവിടെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് അഥവാ ആന്തര പരിസ്ഥിതിയായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ക്ലിയർ അല്ലേ? എന്നാൽ പ്ലാന്റ്സിൻ്റെ കേസിൽ എന്താ? പ്ലാന്റ്സിൻ്റെ കേസിൽ സെൽ വോൾസ് ആൻഡ് ദെയർ കോമ്പണൻസ്, അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് എയർ സാക്സ് ബിറ്റ്വീൻ സെൽസ്, ഇവരൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറയുന്നത്? ആന്തര പരിസ്ഥിതിയായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതായത് കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും എല്ലാം എന്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു? സസ്യങ്ങളുടെ ആന്തര പരിസ്ഥിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് അഥവാ ആന്തര പരിസ്ഥിതി സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം അഥവാ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. അതായത് ഒരു പ്ലാന്റ് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി അത് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോമിയോസ്റ്റാസിസ് അഥവാ ആന്തര പരിസ്ഥിതി പാലനം തുലനമാണ്, അല്ലെ ഓക്കെ ആണ് എന്ന രീതിയിൽ പറയാം. ഇപ്പോൾ ഒരു പ്ലാന്റ് നോർമലി അത് എന്താവുന്നു, അതിന് ഇലകൾ വരുന്നു, അതിന് പൂവുണ്ടാവുന്നു, അതിന് കായ് ഉണ്ടാവുന്നു, അത് വളരുന്നു, അങ്ങനെ അതിന് നോർമൽ കണ്ടീഷനിൽ അത് ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്താണ്, ആ പ്ലാന്റ് ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. എന്നാൽ ഇപ്പോൾ ഒരു പ്ലാന്റ് വളരുന്നു, എന്നാൽ അതിൽ പൂ ഉണ്ടാകുന്നില്ല, കായ് ഉണ്ടാകുന്നില്ല, അപ്പോൾ അതിൻ്റെ ആന്തര പരിസ്ഥിതി പാലനത്തിൽ അഥവാ ഹോമിയോസ്റ്റാസിസിൽ എന്തോ ഒരു കറക്ഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഹോമിയോസ്റ്റാസിസ്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഇനി ഇതിലൊരു എക്സ്ട്രാ പോയിന്റ് പറയുന്നത്, ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. ഓക്കെ, അതായത് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് ഇംബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് ഹോമിയോസ്റ്റാസിസ് ശരിയായ രീതിയിലല്ല നടക്കുന്നതെങ്കിൽ നമ്മളെ ഗ്രോത്ത്, നമ്മുടെ വളർച്ച, നമ്മുടെ ജീവിതം, നമ്മുടെ മൊത്തം ലൈഫ് എല്ലാം തകരാറിലാവും. മനുഷ്യൻ്റെ കേസിലായാലും ശരി, അത് സസ്യങ്ങളുടെ കേസിലായാലും ശരി, ഏത് ജീവജാലങ്ങളുടെ കേസിലായാലും ശരി. ഓക്കെ, സോ പോയിൻറ്റ്സ് എല്ലാം കൺക്ലൂഡ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ്, അതിൽ നടക്കുന്ന മെറ്റീരിയൽ ട്രാൻസ്ഫർ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആനിമൽസിൻ്റെ കേസിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, പ്ലാന്റ്സിൻ്റെ കേസിൽ എന്തൊക്കെയാണ്? യെസ്, കോശഭിത്തി ഉണ്ട്, എയർ സാക്സ് ഉണ്ട്, അതുപോലെയുള്ള കോമ്പണൻസ്. ഓക്കെ, സോ ക്ലിയർ അല്ല? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു.